വിമത സ്ഥാനാർത്ഥികൾക്കെതിരെ കെപിസിസി നടപടിയെടുക്കുമ്പോൾ കൊച്ചി മേയർ ടോണി ചെമ്മണിയുടെ സഹോദരിയെ നടപടിയിൽ നിന്നും ഒഴിവാക്കി. കോർപ്പറേഷനിൽ 64-ാം ഡിവിഷനിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് എതിരെയാണ് മുൻ കൗൺസിലർ കൂടിയായ വിന്നി എബ്രഹാമിന്റെ മത്സരം. 2 തവണ കൗൺസിലറും 1 തവണ ജില്ലാ കൗൺസിലും അംഗമായിരുന്ന വിന്നി എബ്രഹാമിന് ഇക്കുറിയും സീറ്റ് നൽകിയേക്കും എന്ന വിശ്വാസമുണ്ടായിരുന്നു. പ്രാദേശിക നേതൃത്വവും അവരുടെ പേര് നിർദ്ദേശിച്ചെങ്കിലും ജില്ലയിൽ സ്വന്തമായി ഒരു ഗ്രൂപ്പ് നടത്തിക്കൊണ്ടുപോകുന്ന മുൻ കേന്ദ്രമന്ത്രിയും എംപിയുമായ പ്രൊഫസർ KV തോമസ് തൻ്റെ നോമിനിയായ ഗ്രേസി ജോസഫിനെ മറ്റൊരു ഡിവിഷനിൽ നിന്നും ഇവിടെ എത്തിച്ചു. ഇതോടെ DCC വിന്നിയുടെ പേര് വെട്ടി. തുടർന്ന് സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥിയാകാൻ അവർ തീരുമാനിക്കുകയായിരുന്നു. പാർട്ടിക്ക് വേണ്ടി 10-25 വർഷമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഞാൻ. നിസ്വാർത്ഥമായിട്ട് എല്ലാ കാര്യങ്ങളും പാർട്ടിക്ക് അനുകൂലമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള. അപ്പോൾ അവരെന്നെ തഴഞ്ഞു കളഞ്ഞപ്പോൾ പിന്നെ എനിക്കൊരു ലാസ്റ്റ് ചാൻസ് ഞാൻ ചോദിച്ചതാണ്. ലാസ്റ്റ് അതിപ്പോൾ പരിഗണിക്കാതിരുന്ന എനിക്കാവുന്ന വിധത്തിൽ എന്തെങ്കിലും നല്ല കാര്യം ഇനിയും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അതേസമയം വിന്നിക്ക് ആവശ്യത്തിനുള്ള പരിഗണനയെല്ലാം നൽകിയിട്ടുണ്ടെന്നും ഇനി മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം മാറുകയായിരുന്നു വേണ്ടിയിരുന്നതുമെന്ന് DCC പ്രസിഡന്റ് VJ പൗലോസ് പറയുന്നു. എനിക്ക് ഇനിയും വേണം എന്ന്, അങ്ങനെ മറ്റാരും വേണ്ട അവർ തന്നെ വേണമെന്ന് പറഞ്ഞാൽ അതൊരു സംഗതി ശരിയായ നടപടിയല്ല. പാർട്ടിയിൽ കൂടെ വരുമ്പോൾ പാർട്ടി കുറേ അവസരങ്ങൾ കൊടുത്തിട്ടുള്ളവർ പിന്നെ കിട്ടാതെ വരുമ്പോൾ പാർട്ടിയെ അനുസരിക്കുക എന്നുള്ളതാണ് മര്യാദ. അതിന് തയ്യാറല്ല. കോർപ്പറേഷനിൽ മത്സരിക്കുന്ന 4 റിബലുകളെ പുറത്താക്കിയെങ്കിലും വിന്നിക്കെതിരെ നടപടിയെടുക്കാൻ KPCC ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. കോൺഗ്രസിൽ റിബലുകൾക്കും 2 നീതിയാണെന്നാണ് പുറത്താക്കപ്പെട്ടവർ കുറ്റപ്പെടുത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.